ആ കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് ആരെയെന്ന് LDF-നല്ലേ? ആ അപ്പോൾ LDF UDF ഏത് കാലം തുടങ്ങി നീ നാട് ഭരിക്കാനല്ലേ? നാടക്ക് അതൊക്കെ മെഡിക്കൽ കോളേജ് ദുരന്തം മരിച്ച ബിന്ദുവിൻ്റെ മകന് ആ ലേഡി മരണപ്പെട്ടു പോയി. കൊടുത്തതോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിയമനം. എന്തോ ഒരു അജണ്ട ഒളിഞ്ഞു നിൽക്കുന്നില്ലേ? കണ്ടോ എങ്ങനെയാണ് അജണ്ട ഒളിഞ്ഞു നിൽക്കുന്നത്? ഈ സാറെ കണ്ടോ? നമ്മളെ ഗഫൂർ സാഹിബ്, നബീൽ സാഹിബ് ജസീന്ത ഉപരോധിച്ചതാണ്. ജസീന്ത റോഡ് ബാക്കിൽ ബസ്സെല്ലാം കണ്ട ആ ബസ്സിനെല്ലാം ഉപരോധിച്ചിട്ട് ഇവർക്ക് മാസം ശമ്പളം. അപ്പോൾ ഇവർ ഓപ്പോസിറ്റ് പാർട്ടിയല്ലേ, ഇപ്പോൾ UDF-ൻ്റെ ഘടകകക്ഷിയല്ലേ ലീഗ്. ആ അതിലാളിലിരിക്കുന്നുണ്ടാ. എൻ്റെ എന്താ പറഞ്ഞേ? മെഡിക്കൽ കോളേജിൽ മരുന്നില്ല, മെഡിക്കൽ കോളേജിൽ അതില്ല ഇതില്ല കുന്തില്ല, മെഡിക്കൽ കോളേജ് വീണ മന്ത്രി രാജിവെക്കണം. ഗഫൂർ സാഹിബ് താങ്കൾ ആദ്യം രാജിവെക്കുക. കാരണം താങ്കളാണ് മാട്ടൂർ, താങ്കളും താങ്കളെ കൂട്ടാളികളും കൂടിയിട്ട് ഈ മാട്ടൂരിനെ അലാക്കാക്കി. അതിന് മുന്നേ കുറച്ചാൾ അലാക്കാക്കി. നിങ്ങളെ പേരിൽ FIR എടുത്താൽ അതും എടുത്തിട്ടില്ല. എന്തിട്ടാണ്? കേരള പോലീസിലെ ചില ആൾക്കാർ സഖാവിൻ്റെ മോനാണ്, സഖാക്കളെ മോനാണ്, അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി സിന്ദാബാദ് വിളിച്ച ആൾക്കാരുടെ മോനാണ്, പിന്നെ കുറച്ച് നല്ല ആൾക്കാരും. പക്ഷേ ഈ നല്ല ആൾക്കാർ നല്ല പൊസിഷനിലില്ല. ആകാ പ്രശ്നം. അതുകൊണ്ടാണ് ഇന്ത്യൻ സിറ്റിസൺ ഡോക്ടറെ കയ്യേറ്റം ചെയ്തെന്ന് പറഞ്ഞിട്ട് ഫാബ്രിക്കേറ്റഡായിട്ട് ജയിലിൽ പോയി. ഇപ്പോൾ എങ്ങനെയെങ്കിലും തീർക്കണം. പക്ഷെ അജണ്ട ഇങ്ങനെ വെക്കലുണ്ടാ? ഇത് തന്നെ തെറ്റല്ലേ? മെഡിക്കൽ കോളേജ് ദുരന്തം വന്നു കഴിഞ്ഞാൽ ദേവസ്വം ബോർഡിലാണോ നിയമനം നൽകേണ്ടത്? നിയമനം നൽകേണ്ടത് മെഡിക്കൽ കോളേജിലല്ലേ? ഗ്രാജുവേറ്റഡായ മനുഷ്യൻ ഒരു യൂത്താന്ന് പറഞ്ഞ് അങ്ങനെയും പറഞ്ഞിനി. അപ്പോൾ അവിടെ കൊടുക്കാണ്ട് ആടെ തന്നെ എത്ര പണിയുണ്ട്. ആടെ ടിക്കറ്റ് കൊടുക്കാൻ തന്നെ ആളില്ല നേർക്ക്. അപ്പോൾ പെരിയാരം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ റിസപ്ഷനിൽ ഇരിക്കാൻ പോലും ആളില്ല നേർക്ക്. അപ്പോൾ ഇതിലെന്തോ ഒരു അജണ്ടയില്ലേ? വാട്ട് ഈസ് ദിസ്? എങ്ങനെയും ജയിച്ചാലും നിങ്ങൾ രക്ഷപ്പെടില്ല. ഇന്ത്യൻ സിറ്റിസൺ മരണപ്പെട്ടിട്ടില്ലേ? പ്രോസിക്യൂട്ട് ചെയ്തിരിക്കും. ദാറ്റ് ഈസ് മീ, മാട്ടൂലിൻ്റെ മണ്ണിൽ നിന്ന് ഇന്ത്യൻ സിറ്റിസൺ.